സഞ്ചാരത്തുമായി ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൽ ഷദായ് യൂട്യൂബ് ചാനലിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു തിരുവചനം വായിക്കാം. എൻ്റെ വാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ഈ വേദവചനത്തിൽ എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ, വീണ്ടെടുപ്പ് എന്താണ്? വീണ്ടെടുപ്പ് എന്നുള്ളൊരു വിഷയം പാപത്തിൻ്റെ പിടിയിൽ അമർന്നുപോയ മാനവജാതിയെ രക്ഷിക്കുക, നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുക. പഴയ നിയമകാലത്ത് വീണ്ടെടുക്കുവാൻ അരശേക്കൽ വെള്ളി ആവശ്യമായിരുന്നു. അപ്പോൾ ഈ വീണ്ടെടുക്കുന്നതിന് ആവശ്യമായ നന്മ ആവശ്യമാണ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തൻ്റെ സ്വർഗീയ മഹിമകളെല്ലാം വെടിഞ്ഞു. അതെ, സ്ഥാനം ഒഴിയണം, ധനമുണ്ടായിരിക്കണം, വീണ്ടെടുക്കണമെങ്കിൽ മനസ്സുണ്ടായിരിക്കണം. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ടായിരുന്നു, തനിക്ക് ധനമുണ്ടായിരുന്നു. സ്വർഗത്തിലെ ധനങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവിന് എന്തെല്ലാം ധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതെ, സ്ഥാനം ഒഴിയുക, സ്ഥാനം ഒഴിഞ്ഞ് താൻ ദരിദ്രനായി മനുഷ്യനായി അവതരിച്ചു, സ്വർഗമഹിമകളെ വെടിഞ്ഞു. അതൊക്കെ വിടാൻ നമുക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം, ചെറിയൊരു സ്ഥാനം ലഭിച്ചാൽ അത് നമുക്ക് ഒരിക്കലും വിടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി, ലോകത്തിനു വേണ്ടി, മാനവരാശിക്ക് വേണ്ടി തൻ്റെ എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും ധനവും എല്ലാം വിറ്റ് താൻ ഒരു ദരിദ്രനായി തീർന്നു. തനിക്ക് ജനിക്കാൻ ഇവിടെ ഒരു പുൽക്കൂട്, ഒരു പശു കിടക്കുന്ന കാലിത്തൊഴുത്താണ് ലഭിച്ചത്. ദൈവവചനം നമ്മൾ പഠിച്ചാൽ, അതെ, നമ്മളെ സമ്പന്നനാക്കുവാൻ ദൈവം തമ്പുരാൻ ദരിദ്രനായി. ദരിദ്രനാകാൻ ഉള്ള കാരണം അതാണ്. രൂത്തിൻ്റെ പുസ്തകവും പഠിക്കുമ്പോൾ 4 കാര്യം കാണാൻ കഴിയും. വീണ്ടെടുക്കുന്നത് അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. രൂത്ത്, മോവാബിയ സ്ത്രീയായ രൂത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഒരു ബോബസ് മനസ്സുണ്ടായി. ബോബസ് എന്ന് പറയുന്നത് ദൈവവചനത്തിൽ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. ബോബസ്, നല്ല ബോബസ്. രൂത്ത് മോവാബിയ സ്ത്രീ ആണെങ്കിലും അവളുടെ ജീവിതത്തിൽ ഒരു ബോബസ് തനിക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു, തനിക്ക് വേണ്ടുന്ന നന്മ കൊടുത്തു. രൂത്തിൻ്റെ ആരംഭത്തിൽ അവൾ വയലിൽ കാല പിറക്കുന്നവളായിരുന്നു. കൊയ്ത്തുകാരുടെ കയ്യിൽ നിന്നും പൊഴിഞ്ഞു പോകുന്ന ആ നെല്ല് പെറുക്കിയെടുക്കുന്ന ഒരു പെറുക്കിയായിരുന്നു ആരംഭത്തിൽ. എന്നാൽ പിന്നീട് അവൾക്ക് വയലിൻ്റെ, അതെ, നല്ലൊരു ബോബസിനെയും കിട്ടി, അവൾക്കൊരു വയലും കിട്ടി, ഒരു ഓണർഷിപ്പ് കൈമാറ്റം നടന്നു. നമ്മുടെയും ജീവിതത്തിൽ ദൈവം നഷ്ടപ്പെട്ടതിനെ മടക്കി തിരികെ തരുവാൻ, അതെ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ 40 വർഷം മരുഭൂമിയിൽ കൂടെ കൊയ്ത്തും ബെതയും ഇല്ലാത്ത ഒരു കാലഘട്ടം, ഇവിടെ ഒന്നുമില്ല. അവരെ ദൈവം അവർക്ക് വേണ്ടുന്ന നന്മയെല്ലാം കൊടുത്തു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നഷ്ടങ്ങളോ കഷ്ടങ്ങളോ അനുഭവിക്കുന്നുവെങ്കിൽ, എനിക്കും നിനക്കും വേണ്ടി ഒരു നല്ല വീണ്ടെടുപ്പുകാരനായ വാഴ്ത്തപ്പെട്ട കർത്താവുണ്ട്. മറന്നു പോകരുത്. വീണ്ടെടുക്കുവാൻ ഒരു മനസ്സ് ആവശ്യമാണ്. പ്രിയ സ്നേഹിതരെ, ഒരുപാട് ദൈവവചനത്തിൽ ഇതിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട്. കരുണാസമ്പൂർണനായ ദൈവം എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്.
കരുണാസമ്പൂർണനായ ദൈവം, അതെ, നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി താൻ എല്ലാം വെടിഞ്ഞു, എല്ലാം നഷ്ടപ്പെടുത്തി നമ്മളെ രക്ഷിച്ചെടുക്കാൻ ഇന്ന് രാത്രി എൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ ഒരു വസ്തുവിൻ്റെ ആധാരം, അതിനെ ഒരു വസ്തുവിൻ്റെ ആധാരത്തിനാണ് വിലയുള്ളത്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വസ്തുവിന് എന്ത് വിലയുണ്ട്? നമ്മളിതുപോലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്നും അന്യാധീനപ്പെട്ട് ദൈവവുമായിട്ടുള്ള ആ സംസർഗം നഷ്ടപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ ആദാമീവ വർക്കം ചെയ്ത പാപം നിമിത്തം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാ ദിവസവും ദൈവം ആദാമിനെ അവയും വെയിലാറുമ്പോൾ ആ ഏദൻ തോട്ടത്തിൽ വന്ന് ഇവരുമായിട്ട് ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഇന്ന് നഷ്ടപ്പെട്ടതിനെ മടക്കി കൊണ്ടുവരുവാൻ, വീണ്ടെടുക്കുവാൻ വലിയവനായ ദൈവം, കരുണാസമ്പൂർണനായ ദൈവം, താൻ ദൈവമായിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാൻ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം എന്നെ നിങ്ങളെയും സമ്പന്നനാക്കുവാനാണ്. നമ്മളെ ദാരിദ്ര്യത്തെ താൻ തുടച്ചു മാറ്റുവാൻ ഏതെങ്കിലും രീതിയിൽ ഇന്നത്തെ ഈ രാത്രിയിൽ നിരാശനായിട്ടായിരിക്കുന്നുവെങ്കിൽ, പ്രിയ സ്നേഹിത, സഹോദര, നിൻ്റെ ഫിസിക്കലായി മെൻ്റലിയായി ഇന്ന് രാത്രി നിനക്കൊരു ഹീലിംഗ് തരാൻ, ഒരു ആന്തരിക സൗഖ്യം, ഒരു ഇന്നർ പീസ് നിനക്ക് തരാൻ ദൈവം മതിയായവനാണ്. ലോസ്റ്റായി പോയി, നഷ്ടപ്പെട്ടു പോയി, മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയി. ദൈവം അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നിനക്ക് വേണ്ടി എല്ലാം തരുവാൻ, നിനക്ക് വേണ്ടി എല്ലാം, നിൻ്റെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ചില അവസ്ഥകളെ ദൈവം കാണുന്നു. ഇന്ന് രാത്രി ഹൃദയവേദനയോടും ഭാരത്തോടും ഇരിക്കുന്ന സഹോദര, നിന്റെ ചില നീറിപ്പോകുന്ന വിഷയങ്ങൾ, അയ്യോ എൻ്റെ എല്ലാം നഷ്ടമായല്ലോ എന്ന് നീ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നെങ്കിൽ ഈ രാത്രി നിനക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരൻ, നിന്നെ വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ ഈ താണലോകത്ത് ഇറങ്ങി വന്നെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുക്കുവാൻ, അതെ, ദൈവമേ, നീ നിരാശപ്പെടേണ്ട. ദൈവമേ, എൻ്റെ എല്ലാം നഷ്ടമായി, എൻ്റെ ബിസിനസ് നഷ്ടം, എനിക്ക് ശാരീരികമായിട്ട് ഞാനൊരു രോഗസ്ഥനാണ്, ഒരു രോഗിയാണ്, എനിക്ക് മാനസികമായിട്ട് വലിയ തകർച്ചയുള്ളവനാണ്, ഞാൻ വലിയ ഭാരത്തിലിരിക്കുന്നവനാണെന്ന് പ്രിയ സ്നേഹിത നീ ചിന്തിക്കുന്നെങ്കിൽ, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, എൻ്റെ തലമുറയെക്കുറിച്ച് നീ വ്യാകുലപ്പെടുന്നു. അയ്യോ, എൻ്റെ തലമുറയ്ക്ക് ഒരു നന്മയില്ലല്ലോ, ഒരു ഭാവിയില്ലല്ലോ. എന്നാൽ നിൻ്റെ നഷ്ടപ്പെട്ട നിൻ്റെ തലമുറയെ ഓർത്ത് വ്യാകുലപ്പെടുന്ന പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിനക്ക് വേണ്ടി ആ കാൽവറിയിലെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നു. ആ ദൈവത്തിലേക്ക് നിൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തുന്ന ഈ രാത്രിയിൽ, ഇന്ന് രാത്രിയിൽ നിനക്ക് ഒരു വിടുതൽ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ കേൾവിക്കാർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ വാത്സല്യ പ്രിയപ്പെട്ട ഈ കേൾവിക്കാർക്കായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ചില നേറിപ്പോകുന്ന വിഷയങ്ങൾ, ചില സാമ്പത്തിക വിഷയങ്ങൾ, ചില തൊഴിൽ സംബന്ധമായിട്ട് ജോലിയില്ല ഭാരപ്പെടുന്നവർ, അയ്യോ എല്ലാം തകർന്നു പോയി എന്ന് വ്യാകുലപ്പെടുന്നവരെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകമെമ്പാടും ഇത് കാണുന്ന ഈ യൂട്യൂബ് ചാനലുകളെ ശ്രദ്ധിക്കുന്നവരെ യേശു ക്രിസ്തുവിൻ്റെ നിയമരക്തം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഈ 2024 അവസാന സമയങ്ങളിൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.